നാടകത്തിലായിരുന്നു. അപ്പൊ നാടകത്തിൽ നമ്മളിപ്പോൾ മരങ്ങിലെത്തിയിരുന്ന ഒരു നടനായിട്ടായിരുന്നു. സിനിമാ നടനായതിനു ശേഷമാണ് മൈക്കൊക്കെ കിട്ടിയത്. പലപ്പോഴും നാടകം ഒരു ഉപജീവന മാർഗം തന്നെയായിരുന്നു. സ്കൂളുകളൊക്കെ നാടകം പഠിപ്പിക്കാൻ പോകുമ്പോൾ പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ കുട്ടികളുടെ മാതാപിതാക്കളോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഈ സാറേ അല്ലെങ്കിൽ മാഷെ, നമ്മൾ ഈ കുട്ടികളെ നാടകം പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പാട്ട് പഠിപ്പിച്ചിട്ട് ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം, ഇതുകൊണ്ടൊരു ജോലി കിട്ടുമോ, ഇതൊരു ഉപജീവന മാർഗ്ഗമൊക്കെ ആവുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയേണ്ടത് ഇതൊരു ഉപജീവന മാർഗ്ഗമാവുമെന്ന് സംശയമാണ്. കാരണം നമുക്ക് തന്നെ ഇതുകൊണ്ട് വലിയ ജീവിതമൊന്നും നടക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ കുട്ടി ഈ ഇത്തരം സർഗാത്മക പ്രവർത്തനങ്ങൾ കൂടി കടന്നുപോയി കഴിഞ്ഞാൽ നാടകം പാട്ടുപാടുക, ചിത്രം വരയ്ക്കൊക്കെ അധികം വലുതായിട്ട് എന്തെങ്കിലും ആവുമല്ലോ. മാഷാവും, ടീച്ചറാവും, സിനിമാ നടനാവും, സംവിധായകനാവും ഒക്കെ. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ സഹജീവിയെ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്ന, അവനോട് കൂടുതൽ എന്താ പറയുക, അവനോട് അനുകമ്പയോടുകൂടി പെരുമാറുന്ന ഒരാളാണെന്ന് പറയും. അപ്പൊ കല മനുഷ്യ മനസ്സിനെ കറുപ്പിനെ മാറ്റാനുള്ള ഒരു ഉപാധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു വലിയൊരു പ്രവർത്തനത്തിനാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്.